അതിരപ്പിള്ളിയിലെ ജനകീയ ഹർത്താലിൽ ജനകീയ സമരസമിതി റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വൈകുന്നേരം 6 മണിവരെയാണ് ഹർത്താൽ. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, അതിരപ്പള്ളിയിലെ ജനകീയ ഹർത്താൽ ആരംഭത്തിൽ സമാധാനപരമായിട്ട് തന്നെയായിരുന്നു. പിന്നീടാണ് ജനകീയ സമരസമിതി റോഡ് ഉപരോധമുള്ള മാർഗങ്ങളിലേക്ക് കടന്നത്. നിലവിൽ ഇപ്പോൾ പോലീസ് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണോ? എങ്ങനെയാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്? രോഹിണി, അരൂർമൊഴി വെറ്റിലപ്പാറ റോഡ് ഏകദേശം 1.5 മണിക്കൂറോളമാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധം നടത്തിയത്. അതിനുശേഷം ഉപരോധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ചിലരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ പോലീസ് കടത്തിവിടുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ വാഹനങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് അവശ്യ സേവനങ്ങൾ അല്ലാത്ത വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. ടൂറിസ്റ്റുകളടക്കമുള്ള, അതായത് വിനോദസഞ്ചാരികളെ അടക്കം കടത്തിവിട്ടിരുന്നില്ല. തുടർന്ന് ഒരു 8 മണിയോട് കൂടി ഈ പ്രദേശത്തുള്ളവർ, അതായത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ഈ റോഡ് ഉപരോധിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ അറസ്റ്റ് ചെയ്തു സമരക്കാരെ നീക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അവർ ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് RRT സംവിധാനം കാര്യക്ഷമമാക്കണം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് നാളുകളായിട്ട് നിലനിൽക്കുന്ന തുടർച്ചയായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങൾ, അതിലൊരു കാര്യമായിട്ടുള്ള ഇടപെടലോ സംവിധാനങ്ങളോ ഒന്നും തന്നെ, ശാശ്വതമായിട്ടുള്ള പരിഹാരമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അതോടൊപ്പം വനവകുപ്പിന്റെ ഭാഗത്തുനിന്നോ നിതാന്തമായിട്ടുള്ള ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ വേണം. പക്ഷെ അതിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവരൊരു ഹർത്താൽ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങളിലേക്ക് കടന്നത്. ഇനി വരും ദിവസങ്ങളിലും തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ സമരമാർഗത്തിലേക്ക് തന്നെ കടക്കാൻ, അല്ലെങ്കിൽ സമരമുഖത്തേക്ക് തന്നെ കടക്കാൻ തന്നെയാണ് ഈ പ്രദേശവാസികളുടെ തീരുമാനം. കാരണം നാളുകളായിട്ടുള്ള അവർ നേരിടുന്ന പ്രശ്നം തന്നെയാണ്. ഇവിടുത്തെ പ്രദേശവാസിയാണോ? എന്താണ് ഇവിടുത്തെ ഒരു ഏകദേശമുള്ള പ്രശ്നങ്ങൾ? അതോടൊപ്പം തന്നെ എന്താണ് ആക്ഷേപം? എൻ്റെ പേര്, നാട്ടിൽ അറിയപ്പെടുന്ന പേര് ബേബി പുളിക്കൻ. ഞാൻ ഇവിടുത്തെ വ്യാപാരി പ്രസിഡന്റാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എൻ്റെ 4 വയസ്സുള്ള കാലത്ത് ഇവിടെ ഒരു ആന ഒരാളെ കൊന്നു. ആ ആനയെ ഗവൺമെൻറ് വെടിപ്പിച്ച് കൊന്നു. അതിനുശേഷം ഈ 2005 ശേഷം 8-9 ആൾ ഇവിടെ മരിച്ചിട്ടുണ്ട് ആനയുടെ ആക്രമണത്തിൽ. 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞൊരു ജീവൻ്റെ വിലയായോ? ആദ്യം 5 ലക്ഷം രൂപ കൊടുത്തു. ആ ജീവന് വിലയില്ല. 20 വയസ്സായുള്ള ഒരാൾക്ക് അവന് 55 വയസ്സ് വരെ ജീവിക്കണം. ഇന്നത്തെ ഇന്ത്യയുടെ ആയുസ് അനുസരിച്ച് ആ 55 വയസ്സ് വരെ ജീവിക്കണമെങ്കിൽ ഇവർ 5 ലക്ഷം കൊടുത്തു. പിന്നെ 5 ലക്ഷം പിന്നെ കൊടുക്കുന്നു. പിന്നെ എപ്പോഴാണ് കൊടുക്കുന്നത്? ഈ 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജീവൻ്റെ വിലയായി. ഒരു കുടുംബത്തിൻ്റെ നാഥം പോയി, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മോൻ പോയി. അവർക്കതായില്ല. ഇവിടെ ഫോറസ്റ്റിൻ്റെ അനാവശ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനയെ ഓടിക്കാനുള്ള സംവിധാനം ഇവരെടുത്തില്ല. ഒരു ആവശ്യത്തിന് നമ്മൾ ആന വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറുപടി പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വണ്ടിയില്ല, അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ആളില്ല. ഇതൊക്കെ രാത്രി മുഴുവൻ നമ്മൾ ആന ഇതൊക്കെ ഓടിച്ച് കാലിരിക്കുന്നതാണ്ട. ഈ കാലൊക്കെ പരിക്കാണ് ആനയെ ഓടിച്ചിട്ട്. രാത്രി 11 മണി കഴിയുമ്പോൾ വിളി വരും ഓരോ സ്ഥലത്ത് ആന ഇതിലെയാണ് ആന വന്നെ. ഇതില്ല, എൻ്റെ വീട് അവിടെയാണ്. ഈ റോട്ടിൽ കൂടെയാണ് ആന ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് ഇവിടെ ഫോറസ്റ്റിന് യാതൊരു കുലുക്കമില്ല. ഒരു 55 ലക്ഷം പേര് പഞ്ചായത്തിൽ ഒരു വർഷം 1 രൂപ വെച്ച് അത്രേ 60 രൂപ മേടിക്കുന്നുണ്ട് ഈ പഞ്ചായത്ത്. ആ പഞ്ചായത്ത് അതിരപ്പള്ളി മേഖലയിൽ ഒരു കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. കടക്കാരുടെ ഫെൻസിങ് ഒക്കെ എങ്ങനെയാണ്? ഫെൻസിങ് 14 കോടി അനുവദിച്ചെന്ന് പറയുന്നു. ഇന്നേ വരെയും ചെയ്യുന്നുണ്ടെന്ന്. ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ, അത് വാർത്തകളും പത്രത്തിലും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ എത്ര ഫെൻസിങ് ഇട്ടാലും 2 കൊല്ലത്തേക്കുള്ളിൽ ഉണ്ടാവില്ല. കാരണം ആന വന്ന് ഫെൻസിങ്ങിൻ്റെ കാലങ്ങൾ എണ്ണാപ്പനം ചവിട്ടി മറിച്ച് ഫെൻസിങ് ഇടും. പിന്നെ ആനയ്ക്ക് സുഖമായിട്ട് കടന്നു പോകാം. അപ്പോൾ അതിനുള്ള യാതൊരു ഉത്തരവാദിത്തമില്ല. രാത്രി കാലങ്ങളിൽ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു RRTനെ ഇവിടെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നുവരെ നിയമിച്ചിട്ടില്ല. തന്നെ ആൾക്കാർ നിയമിച്ചാൽ മാത്രം പോല അതിനുള്ള ഉപകരണങ്ങൾ അവർക്ക് കൊടുക്കണം. എന്താ ഫണ്ടില്ലാണ്ടാണ് വിലയിൽ? ഇഷ്ടം പോലെ ഫണ്ടുണ്ട്. ചാക്കിൽ കെട്ടിയാൽ കൊണ്ടുപോകണം. എവിടേക്കാണ് കൊണ്ടുപോകണേ? ഇവിടുത്തെ പഞ്ചായത്തുകാരും ചോദിക്കാനില്ലേ എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന്? പഞ്ചായത്തിന് ചോദിക്കാനും പറ്റില്ല. അങ്ങനെ സിറ്റുവേഷനിലാണ് പഞ്ചായത്തിന് അതിനെക്കുറിച്ച് യാതൊന്നും ചോദിക്കാൻ പറ്റില്ല. ആരൊക്കെ ഇവിടെ ഒരു വണ്ടി ഇങ്ങോട്ട് കടന്നു പോയി അടച്ചാൽ 60 രൂപ മേടിക്കും. സർക്കാരും പാരിതോഷികം മാത്രം പ്രഖ്യാപിച്ച് കൈകഴുകുന്ന ഒരവസ്ഥയല്ലേ? പിന്നെന്ത്? തീർച്ചയായിട്ടും ഭരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഭരിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം 10 ലക്ഷം കിട്ടില്ലെന്ന്.
ഒരു മനുഷ്യൻ്റെ ജീവനോടെ 10 ലക്ഷം. എൻ്റെ സംഘടനയിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ പിറ്റേ ദിവസം കുടുംബത്തെത്തുന്നുണ്ട്. മനസ്സിലായോ? അതേമാതിരി മറ്റുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ? 5 കൊടുത്തു, ബാക്കി പിന്നെയാണ് പറയുന്നത് എത്ര കൊല്ലം കഴിഞ്ഞിട്ട്. എന്താ കാശില്ലാണ്ടാണോ? ഇവിടെ കാശില്ലാണ്ടല്ല, ജനങ്ങളുടെ കണ്ണിൽ സോപ്പിടുക. ഒരു ആദിവാസി എന്ന് പറയുന്നതും കാട്ടാനാന്ന് പറയുന്നതും ഒരു തന്നെ. ആദിവാസികൾക്ക് കാട്ടിലധികാരമുണ്ട്, ആനയ്ക്കും കാട്ടിലധികാരം. എന്നാൽ ആനേനെ കാട്ടിൽ നിർത്തണം. രോഹിണി, അതായത് നാളുകളായിട്ട് ഇവിടേക്ക് കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. സുരക്ഷാ സംവിധാനം എന്നുള്ള രീതിയിൽ ഫെൻസിങ് അടക്കമുള്ള നടപടികൾ ചെയ്യുന്നുമില്ല. ഫണ്ടൊക്കെ ഉണ്ട്, പക്ഷേ കാര്യക്ഷമമായിട്ട് അത് പ്രാവർത്തികമാക്കാനും സാധിക്കുന്നില്ല. വനംവകുപ്പിന്റെ ഒരു ജാഗ്രത, ഒരു അലർട്ട് ഇക്കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 3 പേരാണ് കാട്ടാന ആക്രമണത്തിൽ മരണമടഞ്ഞത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹർത്താൽ നടത്തുന്നത്. നാളുകളായിട്ടുള്ളവരുടെ ആവശ്യം അധികാരികൾക്ക് മുന്നിൽ വെച്ചിട്ടുകൂടി അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് അവർ ചെയ്തിരുന്നില്ല. എന്തായാലും നിലവിൽ ഈ ഹർത്താൽ പുരോഗമിക്കുന്നുണ്ട്. പ്രദേശവാസികൾ ചിലരൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമരക്കാരെ പോലീസ് പിരിച്ചുവിട്ടു, അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. കടകളൊക്കെ തന്നെ അടഞ്ഞുകിടക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പ്രദേശവാസികളുടെ അവർ എടുത്തിരിക്കുന്ന തീരുമാനം. പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ജീവൻ സംരക്ഷിക്കാനായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. രോഹിണി. ശരി രേഷ്മ, വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള ഹർത്താൽ പുരോഗമിക്കുകയാണ്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.